ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഒക്ടോബർ 4. പശ്ചിമേഷ്യയെ ഇനിയും യുദ്ധത്തിലേക്ക് തള്ളിവിടരുത്. ഗാസയിലും തെക്കൻ ലബനനിലും ഇസ്രായേൽ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ. ചൊവ്വാഴ്ച രാത്രി ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ ഒരു വർഷമായി തുടരുന്ന സംഘർഷം വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക സൃഷ്ടിച്ചു. ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിന് തിരിച്ചടിയായി മൊസാദിൻ്റെ ആസ്ഥാനവും വ്യോമത്താവളങ്ങളും സാമ്പത്തിക വ്യവസായ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലും അമേരിക്കയും ഏറെക്കുറെ ചെറുത്തെങ്കിലും ചില മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചു. മൊസാദിൻ്റെ ആസ്ഥാനത്തിന് സമീപവും മിസൈൽ പതിച്ചത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയായി. തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലും തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയതോടെ പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭയത്തിലാണ്. ഇസ്രയേലിൻ്റെ ആക്രമണത്തെയും അധിനിവേശത്തെയും പിന്തുണച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളും രംഗത്തുണ്ട്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക 2 വിമാനവാഹിനി കപ്പലുകളെ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനിടെ സയനിസ്റ്റുകൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ ഇസ്രയേലിലെ സകല അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ സായുധസേന ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ഹുസൈൻ ബഖേരി മുന്നറിയിപ്പ് നൽകി. ഇറാൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന് ഇസ്രായേൽ ഇനി എങ്ങനെയാകും മറുപടി നൽകുകയെന്നാണ് കാണേണ്ടത്. ഏതായാലും യുദ്ധത്തിൻ്റെ രൂക്ഷത വർദ്ധിപ്പിക്കാനേ അത് കാരണമാകൂ. നയതന്ത്ര ചർച്ചകൾക്കൊന്നും ഒരു സാധ്യതയും ഇല്ലാത്ത നിലയിലേക്കാണ് സംഘർഷം വ്യാപിക്കുന്നത്. ഹമാസിനേക്കാൾ കരുത്തുള്ള സായുധ സംഘമാണ് ലബനൻ കേന്ദ്രീകരിച്ചുള്ള ഹിസ്ബുള്ള. ഇവർക്ക് ഇറാൻ്റെ പിന്തുണയുമുണ്ട്. മേഖലയിലെ പ്രധാന ആയുധശേഷിയുള്ള ഇറാൻ ആക്രമണം തുടർന്നാൽ ഇസ്രായേൽ കൂടുതൽ പ്രകടശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും എണ്ണ ശുദ്ധീകരണശാലകളെയുമാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 7 ആരംഭിച്ച ഗാസയ്ക്കെതിരായ വംശീയ ഉന്മൂലന ലക്ഷ്യത്തോടെയുള്ള കടന്നാക്രമണം ഇപ്പോൾ പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടെ ഇസ്രായേൽ ഒരു മേഖലയെ യുദ്ധത്തിലൂടെ വലിയ നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. അമേരിക്ക നൽകുന്ന ശതകോടിക്കണക്കിന് ഡോളറുകളുടെയും ആയുധങ്ങളുടെയും ബലത്തിലാണ് ഇസ്രായേൽ പലസ്തീൻ്റെയും ലബനൻ്റെയും മണ്ണിൽ കൂട്ടക്കൊല നടത്തുന്നത്. ഒരാഴ്ചയിലധികമായി ലബനനിൽ ഇസ്രായേൽ തുടരുന്ന വ്യോമാക്രമണത്തിൽ 1000-ഓളം പേർ കൊല്ലപ്പെട്ടു. അതിനിടെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ ചൊവ്വാഴ്ച നേരിട്ട് കരയുദ്ധം തുടങ്ങി. വ്യാഴാഴ്ച പുലർച്ചെയും ഇസ്രായേൽ സൈന്യം ലബനനിൽ ആക്രമണം ശക്തമാക്കി. ഇറാൻ്റെ ആക്രമണത്തെ അപലപിച്ചും ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിച്ചും അമേരിക്കയും UK-യും എല്ലാം രംഗത്തുണ്ട്. ഹമാസിനെതിരെ ആക്രമണം തുടങ്ങിയത് മുതൽ ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കടുത്ത പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. ഗാസയിലെ വംശഹത്യ നിർബാധം തുടരുന്നതിനിടെയാണ് പേജർ വാക്കി-ടോക്കി സ്ഫോടനങ്ങളിലൂടെയും ബെയ്റൂട്ടിൽ ഉൾപ്പെടെ വ്യോമാക്രമണം നടത്തിയും ഹിസ്ബുള്ളയോട് യുദ്ധപ്രഖ്യാപനം നടത്തിയത്. സംഘടനയുടെ നേതൃനിരയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു. നസറുള്ളയെ വധിച്ചത് ഹിസ്ബുള്ളയോട് മാത്രമല്ല, ഇറാനോടുള്ള വെല്ലുവിളി കൂടിയാണ്. UN പൊതുസഭാ പ്രമേയം മുഖേന പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും കൂടുതൽ കടുത്ത നടപടികളിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെതിരെ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും യുദ്ധക്കൊതിയും ആയുധക്കച്ചവട താൽപ്പര്യവുമാണ് പശ്ചിമേഷ്യയിൽ എക്കാലവും ചോരപ്പുഴ ഒഴുക്കിയത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിലിൽ വെടിനിർത്തലിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ട എല്ലാ പ്രമേയങ്ങളും പരാജയപ്പെട്ടത് അമേരിക്കയുടെ വീറ്റോ മൂലമാണ്. US-ൻ്റെ പ്രതിലോമ നിലപാട് ഭൂരിപക്ഷം വരുന്ന ലോകരാഷ്ട്രങ്ങളിലെ മാത്രമല്ല, സമാധാനത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ജനതയുടെ താൽപ്പര്യങ്ങൾക്കും വിരുദ്ധമാണ്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യ UN അടക്കമുള്ള വേദികളിൽ പിന്തുടരുന്നത് US വിധേയത്വവും സയനിസ്റ്റ് പ്രീണനവുമാണ്. പലസ്തീൻ വിഷയത്തിലും പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്തുന്നതിലും ഇന്ത്യ പിന്തുടർന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്നും വ്യതിചലിക്കുന്നതിനെതിരെ ശക്തമായ ജനവികാരം വളർത്തിയെടുക്കാൻ സമാധാനത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ശക്തികൾ രംഗത്തിറങ്ങുകയാണ് വേണ്ടത്.